ഹലോ അമ്മ. എന്നമ്മ ഞാൻ പാല് വയ്ക്കാൻ പോയി. അതെ വീടെത്തി. അവരെല്ലാം എവിടെ ഉണ്ട്? വേറെ എവിടെ പോയി? അച്ഛനാ? ആണോ? അയ്യോ അച്ഛനൊന്ന് പറ. അധികം ജോലിയൊന്നും ചെയ്യണ്ട. മാമനാ അമ്മ ഡേറ്റ് വെച്ച് നോക്കുമ്പോഴാ എന്തോന്നമ്മ? 2 ദിവസം മുമ്പ് പറയാത്തത്. ഓ ഞാൻ വിളിക്കാമ്മ. ശരി ശരി. ഓ പാലവിടെ കൊണ്ടുവന്നിട്ട് ആലോചിച്ചോണ്ടിരിക്കണ എന്തിത്ര ആലോചിക്ക? എടി ഇന്ന് മാമന്റെ രാഘവമാമന്റെ 31ാമത്തെ ആണ്ടായിരുന്നു. ആണോ? ഓ അമ്മ വിളിച്ചു പറഞ്ഞു. അമ്മ വിളിച്ചിരുന്നാ? ഓ അമ്മ മറന്നുപോയെന്ന് പറയാൻ. എല്ലാ പ്രാവശ്യവും ഞാൻ അവിടെ ചെല്ലണയില്ലേ. ഇന്ന് ഞാൻ അവിടെ നിൽക്കേണ്ടതാണ്. നേരത്തെ ഇറങ്ങി ഇന്നലെ പോയെന്നെ. ഇനി നിനക്ക് ഓർമ്മയുണ്ട? നമ്മുടെ കല്യാണം കഴിഞ്ഞ് 1 വർഷമായപ്പോൾ മാമൻ മരിച്ച്. എല്ലാം നേരത്തെ കൂട്ടി അറിയാനുള്ള കഴിവുണ്ടായിരുന്നു. മരണം പോലും. കല്യാണം കഴിഞ്ഞ് 6 മാസമായപ്പോൾ മാമൻ്റെ സ്വത്ത് നമ്മളെ 2.5 പേരെ എഴുതി വെച്ച്. പാവമായിരുന്നു. കുറച്ചാളെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര സ്നേഹമായിരുന്നു എൻ്റെ അടുത്ത് അല്ലേ? ഇടയ്ക്കൊരു വിളിയുണ്ട്, മോളെ നിലുവേ. ഇപ്പം ഉണ്ടായിരുന്ന ഒരു 19 വയസ്സുണ്ടാവൂലേ? പിന്നെ ഇവിടെ നിന്നനെ തികഞ്ഞ ദേവി ഭക്തനായിരുന്നു. അമ്മ വിളിച്ചോണ്ട് പോയായിരിക്കും. ബാലു, ഈ രാഘവമാമ കല്യാണം കഴിക്കാത്തതിന് പിന്നിലേ എന്തെങ്കിലും കഥയുണ്ടോ? എന്ത് കഥ? ഒരു കഥയില്ല. മാമന് നന്നായിട്ട് അറിയായിരുന്നു മാമൻ കല്യാണം കഴിച്ചാൽ അതോടെ മാമന്റെ കഥ കഴിക്കാൻ. പോവാനോടുന്ന് കാവ്യ ഉടുത്തില്ലെങ്കിലും തികഞ്ഞ സന്യാസിയായിരുന്നു. എപ്പോഴും എൻ്റെ പുറകെ തന്നെ കാണുമായിരുന്നു. ഞാനേ ചായ ഇട്ടുണ്ട് വരാം. കൊച്ചിൻ്റെ ഒരു കാര്യം. ഹലോ അന്തർവാസി. ഞാൻ ജംഗ്ഷനിൽ നിന്ന് പാലം വാങ്ങിച്ചോണ്ട് വന്ന് നാളെ പ്രാവച്ചനത്ത് പോണാ. എടാ ഞാൻ ഇന്ന് നാട്ടിൽ നിൽക്കേണ്ടല്ലേടേ. ഓ എടാ രാഘവമാമൻ്റെ 31ാമത്തെ ആണ്ടടാ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഞാൻ പോവേണ്ടല്ലേ? എടാ എന്നെ വളർത്തിയ അല്ലേടേ, എന്നെ ഇത്ര ആക്കിയത് മാമല്ലേടേ. എൻ്റെ വിഷമം കാണൂലേ? എന്ത് കുപ്പിയാ? എന്തിന് വിഷമം തീർക്കാൻ വെള്ളം അടിക്കണോ? എന്താ കുപ്പി? കുപ്പി എന്ത്? 2 കുപ്പി മതി. 2 കുപ്പി ടർപ്പം മതി. 2 റൂം പെയിൻ്റ് അടിക്കാൻ 2 കുപ്പി ടർപ്പം പോരെടാ. പിന്നെ അത് മതി. ഞാൻ കട്ട് ചെയ്യണേ. വെച്ചിട്ട് പോടാ. വെച്ചല്ലേ എടാ മണ്ടകൊണാപ്പി. മുടി ഇതൊരു പോവായിരുന്നടാ. അതിലെ ഞാൻ മാറ്റി പറഞ്ഞത്. ടർപ്പത്തിൻ്റെ വായിലൊഴിക്കായി അല്ല പിന്നെ തോന്നുന്നു. വെച്ചിട്ട് പോടാ. പിന്നെ കുപ്പി ഇവൻ്റെ ഫോൺ എടുക്കാനേ പാടില്ല. പുളിച്ച് കഴിഞ്ഞാൽ അപ്പം അവൻ്റെ കുപ്പി അവൻ്റെ ചിലവാണ്. ഞാൻ വീണ്ടും വിളിക്കും. നീ പിടിക്കണ എവിടെ? ആണാ? പൊരിച്ചടിക്കാനാ? പൊരിച്ചടിച്ചിട്ട് പാസി 3-4 മാസമായി ഞാൻ അടങ്ങി ഇരിക്കുകയാണ്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരിയാവൂല. നീ വച്ചിട്ട് പോ, എന്നെ വിളിക്കല്ലേ. ഇവൻ്റെ ഫോൺ എടുത്താൽ ഇവൻ മനസ്സിന് ഇളകിക്കളായി. അവലാതി ഇവിടെ ഒന്നും ശരിയാവൂല. നീരൂൻ്റെ അടുത്ത് പോയി നിൽക്കാം. അതാകുമ്പോൾ മനസ്സ് മാറൂല. മാതാശ്രീ, നമുക്ക് നാളെ ഇടിയപ്പം ഉണ്ടാക്കാം. പക്ഷേ വിഷ്ണുവിന് ഇഷ്ടമല്ല. അതിപ്പോ എങ്ങനെയാ ശരിയാവണേ? എല്ലാവരും ഇഷ്ടം നോക്കി ഓരോന്നും ഉണ്ടാക്കാൻ പറ്റൂ? അതങ്ങനെ ആർക്കും ഇഷ്ടമില്ലാത്ത ദോശ ഉണ്ടാക്കി തള്ളയല്ലേ? ആര് പറഞ്ഞു ദോശ ഇഷ്ടമല്ലെന്ന്? ദോശയുടെ എല്ലാവർക്കും ഇഷ്ട. ഈ അമ്മ ഉണ്ടാക്കി വെറുപ്പിച്ചതാണ് അല്ലേ? മുടി ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ലേ? എങ്ങോട്ട് പോയി? അത് ഫോൺ ചെയ്തോണ്ട് അങ്ങോട്ട് പോയി. ഈടായിട്ട് അവിടെ സംസാരിക്കും, ജംഗ്ഷനിൽ സംസാരിക്കും, പിന്നെ ഞാൻ അവിടെ സംസാരിക്കും. അല്ല കുഴപ്പത്തിൽ വല്ല ചാടിയാ? അവൻ കുഴപ്പത്തിനൊന്നും ചാടില്ല. നിങ്ങൾ ചാടാണ്ടിരുന്നാൽ മതി. ഫോൺ കട്ടേണത് ഞാൻ കണ്ടായിരുന്നേ. ഫോൺ കട്ടേണത് ഞാൻ കണ്ടായിരുന്നു. അത് വാസി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കും. അവിടെ പോണം ഇവിടെ പോണം പറഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്യാൻ പോകില്ല. അച്ഛാ വലിയ വരാലച്ചാ. എന്റെ അത്ര നീളമുള്ള വലിയ വരാല്. എവിടെ? അവിടെ പാറോടയില് ചേട്ടന്മാരെ ചൂണ്ടിട്ട് പിടിക്കണ്, എന്നിട്ട് വിൽക്കേന്. അതിനെ വാസി പറഞ്ഞത് ഇവിടെ മീൻ പിടിക്കണ്. ഇവിടുത്തെ അടുത്തുള്ള പയ്യന്മാരാണ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മീൻ കിട്ടുമെന്ന് പറഞ്ഞു. ആണോ? അച്ഛാ നമുക്ക് വലിയ ചൂണ്ട മേടിച്ച് ഇട്ട് കൊടുത്താല കൊരുത്ത് കഴിഞ്ഞ് വിൽക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് പാറമടയെ പോവരുതെന്ന്. പോയി നോക്ക് നീ.
ഞാൻ അങ്ങനെ പോവാറില്ല. എപ്പോഴും പോവും. അമ്മ ഇത് ഇവിടെ കൊണ്ടുപോകത്തിന്റെ ദേഷ്യം ഇത്രേ ഉള്ളൂ. ഞാൻ മലമലയൊന്നും പോകത്തില്ല. ഇത്തിരി കഷ്ടം നോക്കുന്നത്. എവിടെ പോണു? ബാസി ഞാൻ പുറത്ത് പോയി 2 ചീത്ത കൊടുത്തിട്ടോ. ചീത്ത ഇവിടെ നിന്ന് കൊടുത്താൽ മതി. ഇവിടെ നിന്ന് ചീത്ത കൊടുത്താൽ മതി. എനിക്ക് എടുക്കണമെന്നില്ല. അപ്പൊ നേരത്തെ എടുത്ത് സംസാരിച്ചതോ? എപ്പോഴ്? നേരത്തെ പറഞ്ഞില്ല ബാസി വിളിച്ച് എന്താണ് മീൻ വിൽക്കണ കാര്യം പറഞ്ഞൊക്കെ. ഇന്നലെ ഇത്തിരി മുമ്പ് ഞാൻ സംസാരിക്കണുണ്ടാണല്ലോ അച്ഛാ. ഞാൻ വരുമ്പോ ബാസ്യങ്ങളെടുത്ത് അച്ഛൻ തന്നെ ഞാൻ ഇത്തിരി മുമ്പ് എങ്ങോട്ട് വരുമ്പോ അച്ഛൻ ബാസ്യങ്ങളെടുത്ത് ഫോണിൽ സംസാരിക്കണുണ്ടായിരുന്നു. കേട്ടായിരുന്നു. ഞാൻ ഇപ്പൊ യാതൊരു ബന്ധമില്ല. വല്ല ജംഗ്ഷനിൽ വെച്ചാൽ കാണുമ്പോ ഹൈ 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 എന്നിട്ട് നമ്മളങ്ങ് പോകും. ഹായ് ബായ് ഒന്നും അല്ല. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടാണല്ലോ രണ്ടുപേരും കൂടെ ചായയൊക്കെ കുടിക്കണേ. എന്നിട്ട് ഭയങ്കര ശരിയായിരുന്നു, കയ്യൊക്കെ അടിച്ച്. ഇങ്ങനെ മനന്ന് നടന്നത് ശരിയായിരുന്നു. ഞാൻ ഒരു കാര്യം പറയും, ഈ വെള്ളിമുങ്ങ ഈ ചെറിയ കാര്യങ്ങളെ പെരുപ്പിച്ച് സംസാരിക്കാനട്ടാ. എടുക്കെടുക്ക് ഭാഷകൾ തന്നെ ആയിരിക്കുള്ളു. എടുത്ത് സംസാരിക്കേ. എടാ ബാസി, എടാ നീ ഇങ്ങോട്ട് വിളിക്കല്ലേ. ഞാൻ മനഃപൂർവ്വം എടുക്കാതിരുന്നേണ്. നീനൊരു ഭയങ്കര സംശയം. ഒന്നാമത് ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. ഇന്ന് രാഘമാവൻ്റെ ആണ്ടാണ്, 31ാമത്തെ ആണ്ടാണ്, അറിയാമോ? ഇങ്ങനെ വിളിക്കണ്ടാ. എവിടെ പോവാ ഈ ബാസ്യങ്ങളെടുത്ത് വിളിക്കണേ? എടാ ഞാൻ അച്ഛാ അറിഞ്ഞൂടാ? അച്ഛാ അച്ഛാ ബാലു, അച്ഛോ ബാലു, അച്ഛാ അച്ഛോ അച്ഛാ, അച്ഛാ ബാലു. അച്ഛാ ഇത്തിരി തുറന്ന് കണ്ണോർന്ന്. എന്ത് 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 പറ്റി? അച്ഛൻ എന്തുറ്റി? ഒന്നും പറ്റില്ല. ഇല്ലല്ലോ, എന്ത് പറ്റിയല്ലോ? ഇല്ല. ഇപ്പൊ പറ്റിയതേ എന്ത് പറ്റി? കണ്ണടച്ചിട്ട് ബാക്കിലോട്ട് പോയി. ഞാനാ? എപ്പോ? പേടിച്ചു. എനിക്കൊന്നും പറ്റില്ല. ശ്ശേ. ബാലുവേ, എന്തു പറ്റി? തല പറ്റിയാ? തല പറ്റിയാ? രാഘമാവന്റെ കാര്യം അറിയിച്ചപ്പോഴേ രാമമാമന്റെ കാര്യം ആലോചിച്ച പെട്ടെന്ന് തല പറ്റി, BP കയറി അല്ലേ? ഇതിങ്ങനെ നോക്കണത് വല്ലെറുമണ്. അച്ഛാ അച്ഛാ ഭാരു, ഇതെന്താണ് ഇത്? എന്തോന്ന് വെച്ചാ കാണിക്കണത്? പോ, ഇത് കട്ടൻ ചായ ഇട്. ഇത് ചുണ്ണാമ്പിട്ട് ഇത് കട്ടൻ ചായ ഇട്. പഞ്ചാര കുറച്ചിട്ടാ മതി. പഞ്ചാര ചില സാധനം ഒട്ടും വേണ്ടത്താണല്ലോ. എന്ത് പറ്റി? പോ, ഞാൻ പറഞ്ഞു കേട്ടില്ലേ. പോ 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 വെള്ളരെ ചുറ്റി കൂടിക്കാ. പോവാൻ നോക്ക്. നിങ്ങൾ അപ്പുറത്തോട്ട് പോ. ചെല്ല് കേശു. ആളും വേണ്ട, ആളും വേണ്ട, ആരവും വേണ്ട, ഒന്നും വേണ്ട. പോ. പഴയപോലെ വയ്യ കേട്ടാ. ഈ ശരീരം പട്ടു അടങ്ങി. ചുമ്മാ കയറി ഇറങ്ങാൻ പറ്റൂല, താങ്ങൂല. അച്ഛനിത് ആരത്തോടെ സംസാരിക്കണത്? എന്തെന്ന് വല്ലു ഇത്? ഇതെന്ത് പറ്റിയത്? നിങ്ങൾ പോ, ചുമ്മാ കൂടി